വിജയലക്ഷ്മി കൊണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ഗോവിന്ദ് വസന്തായിരുന്നു മ്യൂസിക്. അദ്ദേഹം ഇത് തന്നെ പറഞ്ഞു, ഹൈ പിച്ചാണ് പറഞ്ഞ് എന്നെ ഒഴിവാക്കി. അപ്പോൾ ഞാൻ ആദ്യം രാഹുലിനോട് പറഞ്ഞു, രാഹുലെ ഹൈ പിച്ച് പറഞ്ഞ് എന്നെ ഒഴിവാക്കരുത്, വൈക്കം വിജയലക്ഷ്മി പാടണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് രാഹുൽ സമ്മതിച്ചു. അപ്പോൾ ഓരോ പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴും ഞാൻ ചോദിക്കും, ഇതാണോ വൈക്കം വിജയലക്ഷ്മി? താങ്കളെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു പാട്ട് എനിക്ക് കമ്പോസ് ചെയ്ത് തന്നു. ഗംഭീരമായ ഒരു പാട്ടായിരുന്നു. കറക്റ്റ് സിറ്റുവേഷനിലാണ് ആ സോങ് വരുന്നത്. എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു പാട്ടാണ്. എൻ്റെ പ്രിയ സുഹൃത്തായ ഹരിനാരായണനാണ് ആ പാട്ട് എഴുതിയത്. ഹരിനാരായണൻ അറിയാം, ഒരുപാട് പാട്ടുകൾ എഴുതിയ വലിയ ലെജൻഡാണ്. അവനെന്തൊരു മരണം കാരണം വരാൻ പറ്റിയില്ല. എൻ്റെ എല്ലാ പടത്തിലും പാട്ട് എഴുതുന്നതാണ്. ഈ പാവാടയിലൊക്കെ സൂപ്പർ ഹിറ്റ് സോങ്ങുകളൊക്കെ അവനാണ് എഴുതിയിരിക്കുന്നത്. ജോണിയിലെ അങ്ങനെ ഒത്തിരി പെട്ട എൻ്റെ പ്രിയപ്പെട്ട പാട്ടുകൾ എഴുതിയ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വരാൻ പറ്റിയിരിക്കുന്നത് അവൻ എഴുതിയ പാട്ടാണിത്. അതുപോലെ തന്നെ നല്ലൊരു ക്യാൻവാസ് ഉണ്ടെങ്കിൽ നമുക്കതിൽ വരയ്ക്കാനും എഴുതാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതിയ ബിനു, ഇത് സംവിധാനം ചെയ്ത മാർത്തി, ഇവരെല്ലാവരും കൂടെ നമുക്ക് തന്നൊരു പ്രതലത്തിലാണ് നമുക്ക് സംഗീതം ഇതിൽ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഓൾ മൈ ടീം ഫോർ ദിസ് പ്രോജക്റ്റ്. എൻ്റെ കൂടെ നിന്ന എല്ലാവരും, എൻ്റെ കൂടെ എഴുതിയ ലിറിസിസ്റ്റുകൾ ഹരിനാരായണൻ, ധന്യ സുരേഷ്, മുത്തുവിടെ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അതുപോലെ കൂടെ വർക്ക് ചെയ്ത പാട്ടുകാർ വൈക്കം വിജയലക്ഷ്മി നമ്മുടെ മുമ്പിലിരിപ്പുണ്ട്. ദ മോസ്റ്റ് ബ്ലെസ്ഡ് സിംഗർ വൈക്കം വിജയലക്ഷ്മിയാണ് ഇപ്പം ഈ പാട്ട് പാടിയിരിക്കുന്നത്. അത് രാഹുൽ സാർ അതിനും ചോദിച്ചു, ബിയിലാണ് കമ്പോസ് ചെയ്യണത്, അപ്പോൾ ഇത്രയും സ്ഥായി ഒക്ടേവ് പോകുമോ എന്ന് ചോദിച്ചു. പാടി നോക്കിയപ്പോൾ പോയി, അത്രേ ഉള്ളൂ, കുഴപ്പമില്ലായിരുന്നു. ട്രെയിനിലാണ്ട് പാടാൻ പറ്റി. ഫോണിൽ ആദ്യം വിളിച്ചു പറഞ്ഞു, അല്ലേ രാഹുൽ സാറ്? അപ്പോൾ സാറ് പാട്ട് അയച്ചു തന്നു, ഞാൻ കേട്ട് പഠിച്ചു. അങ്ങനെ എന്നിട്ട് എറണാകുളത്ത് റെക്കോർഡ് ചെയ്തു. നല്ല സുഖമായിരുന്നു കേട്ടോ, നല്ല രസകരമായ. സാറിൻ്റെ മൂന്നാമത്തെ സിനിമയല്ലേ ഞാൻ പാടുന്നത്? ഒന്ന് മുത്തുകവ്, പിന്നെ ഇടി, ഇത്. അപ്പോൾ വളരെ സന്തോഷം ഈ ഓഡിയോ ലോഞ്ചിങ്ങിന് എനിക്ക് വരാൻ സാധിച്ചതിൽ. എല്ലാത്തിനും ഈശ്വരന് നന്ദി പറയുന്നു. എന്നെ പാടിച്ച രാഹുൽ രാജ് സാർ, ഡയറക്ടർ മാർത്താണ്ഡൻ സാർ, പ്രൊഡ്യൂസർ മോഹൻ സാർ, ഹരിനാരായൺ സാർ, പിന്നെ അഭിനേതാക്കൾ എല്ലാവർക്കും നന്ദി കേട്ടോ. പിന്നെ രഘുനാഥ് പാലേരി സാറുണ്ട്, ഞാനൊക്കെയുണ്ട്, ഹരിശ്രീശോഭൻ ചേട്ടനുണ്ട്, വിജയരാമൻ സാർ വന്നില്ലേ? ആയിക്കോട്ടെ. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇന്നും വരുമോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. പിന്നെ ആരൊക്കെയുണ്ട്? ഹരിശ്രീശോഭൻ ചേട്ടനുണ്ട്, പൗളി ചേച്ചിയുണ്ട്, ഷാജോൺ ചേട്ടാ. എന്നാണ് വിശേഷം? എന്റെ പൊന്നോ, നമ്മുടെ ആകാശമുട്ടായി, എന്റെ പൊന്നോ. എല്ലാം സൂപ്പറാണ്. ഷാജോൺ ചേട്ടനും അപ്പൊ എല്ലാ അഭിനേതാക്കൾക്കും, ഇതിന് പ്രവർത്തിച്ച ഹിരൺഭായിക്ക് നന്ദി. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു.